എൻ്റെ ദുബായ് ട്രിപ്പിന് എനിക്ക് ചിലവായത് ആകെ 25 പൗണ്ട്, അതായത് 2500 രൂപയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സ്കൈ ഡൈവിങ്ങും എൻ്റെ പേഴ്സണൽ പർച്ചേസും കൂടാതെയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴി ട്രാൻസിറ്റിലാണ് ഈ ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞാൻ സ്കൈ ഡൈവിങ്ങിനുള്ള ഡേറ്റ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനനുസരിച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. 20 മണിക്കൂർ ലേ ഓവറുള്ള ഫ്ലൈറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇങ്ങനെ ലേ ഓവറുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എമിറേറ്റ്സ് നമ്മളോട് ചോദിക്കും ട്രാൻസിറ്റ് വിസ വേണോ വേണ്ടയോ എന്നുള്ളത്. UK ഗവൺമെൻറ് BRP മാറ്റി വിസ ആക്കാനുള്ള പരിപാടികൾ നടത്തുന്നതുകൊണ്ട് തന്നെ വിസ ഓൺ അറൈവൽ എന്ന റിസ്ക് എടുക്കാൻ ഞാൻ നിന്നില്ല. സൈറ്റിൽ കയറി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് അന്ന് തന്നെ വിസ അപ്രൂവ് ആയി വന്നു. എമിറേറ്റ്സിനൊരു പോളിസിയുണ്ട്, നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് 9 മണിക്കൂറിൽ കൂടുതൽ ലേ ഓവറുള്ള ഫ്ലൈറ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ തരും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് എടുത്ത ലേ ഓവർ ആയതുകൊണ്ട് കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടും ഞാൻ അവർക്ക് വെറുതെ ഒരു മെയിൽ അയച്ചു. അപ്പോൾ തന്നെ റിപ്ലൈ അയച്ചു, സ്വന്തമായിട്ട് കറങ്ങി നടക്കാൻ എടുത്തതല്ലേ, തന്നെത്താനെ കാശ് കൊടുത്ത് റൂം എടുക്കൂ, അപ്പോൾ എന്തായാലും തരാൻ പറ്റില്ല, വേണമെങ്കിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഒരു പകലല്ലേ ഉള്ളൂ, റൂമൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ എയർപോർട്ടിൽ ചെന്നു. ചെക്ക് ഇൻ ചെയ്യാൻ നേരത്ത് എൻ്റെ കയ്യിൽ അവർ ഹോട്ടൽ വൗച്ചർ വെച്ച് തന്നു. ഓസിന് കിട്ടിയതാണെങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഒരു ഹോട്ടൽ അക്കോമഡേഷൻ നമുക്ക് അവിടെ കാണിക്കണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ booking.com കയറിയിട്ട് ആദ്യം കണ്ട ഏറ്റവും നല്ല ഹോട്ടൽ അങ്ങ് ബുക്ക് ചെയ്തു. 90 പൗണ്ടായിരുന്നു അതിൻ്റെ റേറ്റ്. അപ്രൂവായി വന്നു. പിറ്റേ ദിവസം തന്നെ ഞാനത് ക്യാൻസലും ചെയ്തു. ഫുൾ റീഫണ്ട് ആയിരുന്നു. ഞാൻ പണ്ട് തൊട്ടേ ഒരു മാനിഫെസ്റ്റേഷൻ ബിലീവറാണ്. എനിക്ക് എമിറേറ്റ്സ് ഫ്രീ ആയിട്ട് തന്നത് അതേ ഹോട്ടലാണ്. ഞാൻ ദുബായിൽ ഇറങ്ങിയത് സ്കൈ ഡൈവിങ്ങിനാണെന്ന് പറഞ്ഞല്ലോ. രാവിലെ തന്നെയായിരുന്നു എൻ്റെ സ്ലോട്ട്. അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നേരെ ഇറങ്ങി സ്കൈ ഡൈവിങ്ങിനായി പാംജിനറയിൽ. ദുബായ് തെരുവിലൂടെ വഴി അറിയാതെ നടക്കുന്ന ഒരു പാവം ബാലിക പെട്ടുപോയി. എനിക്ക് കിട്ടിയ സിമ്മ് വർക്ക് ചെയ്യുന്നില്ല. അതിട്ടപ്പോൾ വി കാൻറ്റ് ആക്ടിവേറ്റ് ഇറ്റ് നൗ എന്നാണ് പറയുന്നത്. ഇനി അതിന് ഷോപ്പ് തുറക്കണമെങ്കിൽ 10 മണി എന്തോ ആവും. 8 മണി ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 8:30 അവിടെ എത്തുകയും വേണം. അപ്പോൾ ഞാൻ വഴി കണ്ടവരോടൊക്കെ വഴിയൊക്കെ ചോദിച്ചിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു എത്തും പിടി കിട്ടാതെ ഒരു സ്റ്റേഷനിലിരുന്നപ്പോൾ ഒരു മലയാളം റീൽസും പ്ലേ ചെയ്ത് പോകുന്ന ഒരു ചേട്ടനെ കണ്ടു. ചേട്ടനോട് പോയി വഴി ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ചേട്ടൻ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് നേരം കൊണ്ട് പറഞ്ഞു തന്നു. എനിക്ക് ഇങ്ങോട്ടുള്ള വഴിയും കാണിച്ചു തന്നു. അങ്ങനെ എൻ്റെ നീണ്ട യാത്രയ്ക്കിടയിൽ ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്, സ്കൈ ഡൈവ് ദുബായ്. ഇനി അങ്ങോട്ട് എത്തണം. എനിക്ക് 10 മിനിറ്റും കൂടെ സമയമുള്ളൂ. അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഓൺലൈൻ ബുക്കിംഗ് അല്ലാതെ വാക്കിനായിട്ടും അവിടെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ എത്തി അറൈവൽ രജിസ്റ്റർ ചെയ്തു. നമുക്കൊരു ഡിവൈസ് തന്നു വിടും. ആ അലാം അടിക്കുമ്പോൾ നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി വരാം. ഒരു ചെറിയ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ 3 പേരും കൂടി നേരെ മിനി ഫ്ലൈറ്റിന് 13,000 അടിയിലേക്ക്. നമ്മുടെ ഇൻസ്ട്രക്ടറും ഞാനും ക്യാമറമാനും. അങ്ങനെയെങ്കിൽ ഈ കുട്ടി വെള്ളത്തിൽ ചാടുമ്പം ക്യാമറമാനും കൂടെ ചാടട്ടെ, അതാണ് സ്കീം. ഈ സ്കൈ ഡൈവ് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്കായത് 585 പൗണ്ടാണ്. അതായത് നാട്ടിലത്തെ ഏകദേശം 60,000 രൂപ വരും. ഇവരൊക്കെ എന്നോട് ചോദിച്ചു അത്രയും പൈസയ്ക്കുള്ളതുണ്ടോ എന്ന്. അത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പോലെ ഇരിക്കും. എനിക്കിത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഐറ്റം ആയിരുന്നു. അതുകൊണ്ട് എനിക്കിത് വർത്ത് ആയിരുന്നു. ചാടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ജീവിതത്തിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണെന്ന്. ഈ സ്വർഗം കിട്ടിയ സന്തോഷം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു എനിക്ക് ആ സമയം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെവി അടഞ്ഞു. പക്ഷേ ചെവി നന്നായിട്ട് അടഞ്ഞു. കുറച്ച് നല്ല വേദന എടുക്കും ചാടുമ്പോൾ. പക്ഷേ ശ്വാസമായിട്ട് മോളിൽ നിന്ന് ചാടുമ്പോൾ കാറ്റ് അത്ര ശക്തിയായിട്ട് അടിക്കുന്നതുകൊണ്ട് നമ്മൾ ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. അവിടുന്ന് ഞാൻ നേരെ ദുബായ് ചുറ്റിക്കറങ്ങാൻ പോയി. ആദ്യം ദുബായ് മോള്, അവിടെ അക്വേറിയം. ഞാൻ പുറത്തു നിന്ന് കണ്ടതേ ഉള്ളൂ, അകത്തേക്ക് കയറിയില്ല. കാരണം എനിക്കിനി കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. മോളിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം എന്നെ വഴിതിരിച്ച് വിട്ടു. ചോക്ലേറ്റിൽ എൻ്റെ കണ്ണുടക്കിപ്പോയി ഇടയ്ക്ക്. ഹൈപ്പിനൊത്ത ടേസ്റ്റ് ഒന്നും തോന്നിയില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലായിരുന്നു ഇത്. ട്രൈപോഡ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഫോട്ടോസിനും വീഡിയോസിനും ഒന്നും ഒരു പഞ്ഞുണ്ടായില്ല. ശരിക്കുള്ള ദുബായ് ട്രിപ്പൊന്നും അല്ലാന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. കാരണം ഞാനിത് സ്കൈ ഡൈവിങ്ങിന് മാത്രം പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പോയ സ്ഥിതിക്ക് കണ്ടു കളയാമെന്ന് തോന്നിയ സ്ഥലങ്ങളെല്ലാം ഞാൻ പോയി കണ്ടു. പിന്നെ എൻ്റെ ഇവിടുത്തെ ട്രാവൽ, ഞാൻ ആദ്യം മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ഒരു ഡേ പാസ് എടുത്തിരുന്നു. 5 പൗണ്ടാണ് എനിക്കായത്, 22 ദിർഹം. ആ 5 പൗണ്ടിന് ആ ഒരു 24 hours എനിക്ക് ദുബായ് മുഴുവൻ ട്രാവൽ ചെയ്യാമായിരുന്നു. വിസയ്ക്ക് ഒരു 20 പൗണ്ടും ഈ ട്രാവലിനൊരു 5 പൗണ്ടും. ഇതാണ് ഞാൻ പറഞ്ഞ 25 പൗണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. അതിൻ്റെ കൂടെ വെള്ളവും ഫ്രൂട്ട്സും എല്ലാം ഞാൻ ബാഗിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10-20 ദിവസം ഒറ്റയ്ക്ക് യൂറോപ്പ് കറങ്ങി നടന്നതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവൽ എനിക്ക് വളരെ സിമ്പിളായിരുന്നു. ഞാൻ രാവിലെ പരിചയപ്പെട്ട ചേട്ടൻ പറഞ്ഞു തന്ന വിവരവും ഈ ഒരു ട്രാം സ്റ്റേഷനിൽ കണ്ട മാപ്പുമായിരുന്നു എൻ്റെ ട്രാവൽ ഗൈഡ്. പിന്നെ ഞാൻ അവിടെ എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇവിടെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് സ്വർണ്ണത്തിന് നല്ല വില വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് മേടിച്ച് നാട്ടിൽ വിലയായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 10,000 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ആദ്യം പൈസ ഫുള്ള് പേ ചെയ്യണം. അത് കഴിഞ്ഞ് ടാക്സ് നമുക്ക് എയർപോർട്ടിൽ വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്ത ബില്ലും ആ പ്രൊഡക്റ്റും കൂടി അവരെ കാണിക്കുമ്പോൾ അവർ റിട്ടേൺ ഫയൽ ചെയ്യും. അതൊരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത കാർഡിലേക്ക് തിരിച്ചു കയറും. അങ്ങനെ ദുബായ് ഓടിച്ചിട്ടൊന്ന് കണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി ഫ്രഷായി എൻ്റെ 2 ഫ്രണ്ട്സിനെ കണ്ടു. ഗോൾഡിൻ്റെ ടാക്സ് റിട്ടേൺ ചെയ്തു. പിന്നെ കുറച്ച് നേരം ഡ്യൂട്ടി ഫ്രീ കൂടെയൊക്കെ കറങ്ങി നടന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റിന് സമയമായി നേരെ നാട്ടിലേക്ക്. ഞാനും പപ്പയും ഒരേ ദിവസം വരാമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ പപ്പയ്ക്ക് നേരത്തെ ലീവ് കിട്ടിയതുകൊണ്ട് എന്നെ കൂട്ടാൻ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു.